ഈ മാസം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്നറിയാമോ? എന്റെ രക്ഷയുടെ ഉറപ്പ്. നമുക്ക് ലഭിച്ച രക്ഷയ്ക്ക് അനേകർ വില കൊടുത്തിട്ടുണ്ട് എങ്കിലും ഏറ്റവും ആദ്യം വില കൊടുത്ത രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ആരാന്നറിയാമോ? യോസഫും മറിയയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധനയെങ്കിൽ വീണ്ടും എനിക്കൊരു പ്രാവശ്യം പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും എനിക്ക് ഈ അവസരം നൽകി തന്ന സ്നേഹവും ബഹുമാനമുള്ള പാസ്റ്ററോടും ഇവിടുത്തെ ചർച്ച് എൽഡേഴ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹത്തെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. നിങ്ങൾ എൻ്റെ ഭാര്യ ജ്യോതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലം ഞങ്ങൾ CMC വെല്ലൂർ ഹോസ്പിറ്റലില് ചികിത്സയിലായിരുന്നു. ദൈവകൃപയാലെ ജ്യോതിക്ക് നല്ല മാറ്റമുണ്ട്. എന്നാൽ അധിക സമയം ഇരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഈ നാലയത്തിൽ വരുവാനായിട്ട് സാധിച്ചില്ല. തുടർന്നും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ നാളുകളില് ഈ പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു ഭവനത്തിലെത്തി 80 വയസ്സോളം പ്രായമുള്ള ഒരു മാതാവ് തനിയായിരിക്കുന്നു. നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ഈ പട്ടണത്തിലെ നല്ല ഒരു സഭയുടെ അംഗമാണ്. പക്ഷെ ആന്റി പറഞ്ഞ 3 കാര്യം എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. ഒന്ന് പറഞ്ഞു, അച്ഛോ എനിക്ക് ഭയമാകുന്നെന്ന് പറഞ്ഞു. 2 പറഞ്ഞു, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല എന്ന് പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നന്മകളാണ്. ഒന്ന്, ഭയം മാറി. 2, നമുക്ക് സന്തോഷം ലഭിച്ചു. 3, നമുക്ക് സമാധാനമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്, ഡിസംബർ മാസം. എന്തെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഞങ്ങൾ മിഷണറിമാർക്ക്, മിഷണറി സംഘടനകൾക്ക് ഡിസംബർ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്ന് ചോദിച്ചാല്, ഏറ്റവും അധികം ആളുകളോട് സുവിശേഷം പറയാൻ പറ്റിയ ഒരു മാസമാണ് ഡിസംബർ മാസം. എന്നാൽ ഒരു സഭയുടെ കരോൾ റൗണ്ട്സ് അവർ പോകുന്നതൊക്കെ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു, എന്നെ ഒത്തിരി നിരാശപ്പെടുത്തി. എന്തെന്ന് ചോദിച്ചാൽ, അവരെന്തിനാണ് പാടുന്നത്, ആരെക്കുറിച്ചാണ് പാടുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, ഇതുകൊണ്ട് അവർക്ക് എന്ത് ലഭിക്കുന്നു എന്ന് ആ ഒരു കരോൾ റൗണ്ട്സിന് പോകുന്ന ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കപ്പെടുകയാണ്. വിവിധ രീതിയിൽ ഇന്നത്തെ ഈ ഒരു മാസം അനേക ആരാധനകൾ, അനേക മീറ്റിങ്ങുകൾ, അനേക ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 1, യേശുക്രിസ്തുവിന്റെ ജനനം. 2, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. 3, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. ഇത് 3 നമുക്ക് വേർതിരിച്ച് കാണുവാൻ കഴിയില്ല. ഇത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് വളരെ അതിപ്രധാനവുമാണ്. ഈ 3 സംഭവങ്ങളിൽ കൂടെയും നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തെന്ന് ചോദിച്ചാല്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ധൈര്യപ്പെടുവാനും ബലപ്പെടുവാനും മുൻപോട്ട് പോകുവാനും. ഞാനൊരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം അതിന്റെ 14-ാമത്തെ വാക്യവും ഇങ്ങനെ പറയുന്നു: ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇനി 14, അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വവും, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആന്റി ചോദിച്ച 3 കാര്യങ്ങൾ ഇവിടെ സ്വർഗദൂതൻ പറഞ്ഞിരിക്കുന്നു. 1, നീ ഭയപ്പെടേണ്ട.
2, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. 3, നിങ്ങൾക്ക് സമാധാനം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കാലങ്ങളിൽ ഈ മാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എത്ര പേര് അതിൽ അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തോമസ് അപ്പോസ്തലന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയെ കുറിക്കുന്ന ദിവസമാണ് ഡിസംബർ മാസം 21-ാം തീയതി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അനേക കാര്യങ്ങളെ നമ്മൾ പഠിച്ചു, നമുക്കറിയാം, നാം അതിൽ കൂടെ നടക്കുന്നുവെങ്കിലും ഒരു ചില സാധാരണ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യപ്പെടാറുണ്ട്? ഇഗ്നോർ ചെയ്യാറുണ്ട്, തള്ളപ്പെടാറുണ്ട്. പക്ഷേ ഓരോ കാര്യവും വളരെ ശ്രദ്ധേയമാണ്. ഞാൻ രാവിലെ വണ്ടിയെടുത്തു, 3-4 സ്ഥലങ്ങളിൽ പോയി എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫ്രഷ് റെഡിയായി തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാഴികയോ ലൈറ്റ് ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാറ്ററി എന്ത് ചെയ്തു? വീക്കായി പോയി. ഇനിയിപ്പോ മുട്ടം പണിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് സൺഡേയാ, ഇന്ന് വൈകിട്ട് എനിക്ക് പ്രോഗ്രാമുണ്ട്. അപ്പം നമുക്ക് വണ്ടിയുണ്ട്, ഡ്രൈവറാണ്, രാവിലെ ഞങ്ങൾ പെട്രോൾ അടിച്ചു, എയർ നോക്കി, സകല കാര്യങ്ങളും റെഡിയാണ്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെ, അവിടെ ഇരിക്കുന്ന ആ സ്വിച്ച് എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ടൊന്ന് മൂവ് ചെയ്താൽ അത് ഓൺ ആകുകയും സ്വിച്ച് ഓഫ് ആകുകയും ചെയ്യുന്നതാണ്. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യപ്പെടുക? വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 2 വീലർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയോ ഇവിടെ എത്തി. ഇന്ന് പല വണ്ടികളിലും പല വാഹനങ്ങളും ഇന്ന് കട്ടപ്പുറത്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെങ്കിൽ നിസാരമായ 1-2 കാര്യങ്ങളെ ഞാൻ ഈ പ്രഭാതത്തില് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മാസം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്നറിയാമോ? എന്റെ രക്ഷയുടെ ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. അഷുറൻസ് ഓഫ് സാൽവേഷൻ, എന്റെ രക്ഷയുടെ ഉറപ്പ്. ഈ മാസം ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നീ ഈ ലോകത്തിൽ വന്നതുകൊണ്ടും നിന്റെ ദാസന്മാർ ഞങ്ങളുടെ ഈ ദേശത്ത് വന്നതുകൊണ്ടും എന്റെ കുടുംബത്തിലും ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിന്റെ അംഗമായി തീർന്നത് കൊണ്ടും നല്ല ഒരു ക്യാമ്പിൽ പങ്കെടുത്തത് കൊണ്ടും അന്നത്തെ ദേവദാസിന്റെ അതിശക്തമായ ആ സന്ദേശത്തിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കാൻ പറ്റിയത് കൊണ്ടും എനിക്കൊരു രക്ഷയുടെ അനുഭവം ലഭിച്ചു. ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്നത്തെ ഈ ഒരു മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷയുടെ ഉറപ്പാണ്. രക്ഷയുടെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. മൗനമായിട്ട് നിങ്ങൾ അംഗീകരിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആ കാലങ്ങളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ 92 സമയങ്ങളിലാണ് കോഴഞ്ചേരി സെന്റ് തോമസിൽ പഠിക്കുമ്പോൾ പത്തനംതിട്ട മർത്തോമ കോളേജിൽ ക്യാമ്പസ് ക്രൂസറിന്റെ ക്യാമ്പിൽ വെച്ചാണ് മുഴുവനായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എനിക്ക് ഇടയായി തീർന്നത്. ആ നാളുകളെ ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ആ കോളേജ് ലൈഫിൽ പോലും ആ പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥനയുടെ അളവ്, ബൈബിൾ വായിക്കുന്നതിന്റെ അളവ്, നമ്മുടെ ദൃഷ്ടി, നമ്മുടെ വിശുദ്ധി, നമ്മുടെ ആരാധന, നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയാനുള്ള നമ്മുടെ തീഷ്ണത, ഞാനതൊക്കെ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. ക്യാമ്പസ് ക്രൂസറിന്റെ ഒരു ചെറിയ ബുക്കിലെറ്റ് നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നതാണ്. എന്നാൽ നമ്മൾ ഓടിത്തുടങ്ങി നമ്മൾ പഠിച്ചു, നമ്മൾ പലതും നേടി, നമ്മുടെ സ്വഭാവത്തിനും ജീവിത രീതികൾക്കും മാറ്റം സംഭവിച്ചു. എന്നാൽ നമ്മൾ മറ്റേതിലൊക്കെയോ നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോഴും എന്തായിരുന്നുവോ അടിസ്ഥാനമായി നമ്മളെ ധൈര്യപ്പെടുത്തിയിരുന്നത്, അത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ രക്ഷയുടെ ഉറപ്പ്. എന്തുമാത്രം ശക്തിയുണ്ട് നമ്മുടെ രക്ഷയ്ക്ക്, എന്തുമാത്രം ഉറപ്പുണ്ട്. അതോ ആ ആന്റി അങ്ങനെ ചോദിക്കാൻ കാര്യം, ആ ആന്റിക്ക് അതിനെക്കുറിച്ചുള്ള സംശയം ഉണ്ടായിട്ടല്ല, ആന്റിയുടെ പ്രത്യേക സാഹചര്യമാണ് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇടയാക്കി തീർന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ 3 കാര്യങ്ങൾ കണ്ടൊന്ന് ഭയപ്പെടേണ്ട. 2, നിങ്ങൾക്ക് സന്തോഷം, മഹാസന്തോഷം ലഭിക്കുന്നു. 3, നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിന് സ്തോത്രം.
ക്രിസ്തുമസ് കാലങ്ങൾ അല്ലെ, 25-ാം തീയതിയാണോ യേശു ക്രിസ്തു ജനിച്ചത്? ചോദ്യങ്ങൾക്കൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ഒരു മാസം ജാതികളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റിയ നല്ല ഒരു മാസം. എന്തെന്നറിയാമോ? 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ, അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-2 അധ്യായങ്ങൾ, അതുപോലെ ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ജനനത്തിൽ ഒത്തിരി അതിശയിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും അധികാരത്തോടുകൂടെ ആരാധിക്കുന്ന സർവശക്തിയുള്ള ദൈവം ഒരു മനുഷ്യനായിട്ട്, മനുഷ്യപുത്രനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. നമുക്ക് ലഭിച്ച രക്ഷയ്ക്ക് അനേകർ വില കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഏറ്റവും ആദ്യം വില കൊടുത്ത 2 വ്യക്തിത്വങ്ങളുണ്ട്. ആരാന്നറിയാമോ? യോസഫും മറിയയും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നാം ക്രിസ്തീയ മൂല്യങ്ങൾക്കും ക്രിസ്തീയ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും നമ്മുടെ രക്ഷയ്ക്കും നമ്മൾ കൊടുക്കുന്ന വില എന്തുമാത്രം എന്ന് പലപ്പോഴും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ മറിയത്തിനെ ഒന്ന് നോക്കിക്കേ. അവരൊരു ആ മാതാവ് ഒരു കന്യകയായിരുന്നു. താൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവളൊരു മകനെ തൻ്റെ ഉദരത്തില് ഗർഭവതിയാകുമ്പോൾ ആ വലിയ നിന്ദയെ അല്ലെ, സമൂഹത്തിൽ താൻ അനുഭവിക്കുന്ന ചോദ്യങ്ങളും നിന്നയും സ്വയം ഏറ്റെടുത്ത് തന്നെ സമർപ്പിക്കുക. എന്തിനു വേണ്ടി? ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. അതേസമയം നമ്മൾ യോസഫിനെ എടുത്ത് നോക്കിക്കേ. തനിക്ക് നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി, അതെ, തനിക്ക് വിവാഹത്തിന് മുമ്പ് അവൾ ഗർഭവതിയാകുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മുമ്പിലും കുടുംബത്തിന്റെ മുമ്പിലും അവന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തു നോക്കിക്കേ. അവനും അത് ഏറ്റെടുക്കുകയാ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ രണ്ടുപേരും ഏറ്റെടുത്തത് ഞാൻ വിശ്വസിക്കുന്നു അത് സന്തോഷത്തോടു കൂടെ ആയിരിക്കും എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ നാളുകളിൽ നമ്മൾ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ ഓർത്തു പോകുക. നമുക്ക് പറയാം, യേശു ക്രിസ്തുവിന്റെ ജനന സമയം അല്ലെ. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ഒട്ടനവധി കാര്യങ്ങൾ സംഭവിച്ചു. എങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. എന്തിനെന്നറിയാമോ? അതൊന്നും കൂടെ നമ്മുടെ രക്ഷയെ ഉറപ്പിക്കുന്നതിന് കാരണമായി തീരും. ക്രിസ്തുമസ് ബീങ് ആസ് ജോയ്. നമുക്ക് ക്രിസ്തുമസിന്റെ സമയം അല്ലെ, യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് നമുക്ക് സന്തോഷം ലഭിക്കുന്നു. അവിടെ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അല്ലെ. ഒന്ന് യോസഫ് പിതാവ്, ഒന്ന് മറിയം മാതാവ്, പിന്നെ വിദ്വാൻമാര് വന്നു, പിന്നെ ആട്ടിടയന്മാര് കുറച്ചു പേര് വന്നു, പിന്നെ സ്വർഗദൂതന്മാരുണ്ടായിരുന്നു, പിന്നെ മനോഹരമായ ഒരു നക്ഷത്രം വന്നു, പിന്നെ ആ കാലിത്തൊഴുത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള കന്നുകാലികളും മൃഗങ്ങളുമാകുന്ന ഒരു ചെറിയ സമൂഹമായിരുന്നു. പക്ഷേ ആ സമൂഹത്തിന് എന്ത് ലഭിച്ചു എന്നാ പറഞ്ഞത്? അവർക്ക് അത്യന്തമായ സന്തോഷം ലഭിച്ചു. എന്ന് മാത്രമല്ല, ഇനിയും 2 വ്യക്തിത്വമുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? സെക്കരിയാവും എലിസബത്തിനും. വീണ്ടും നമ്മൾ മുൻപോട്ട് വരുമ്പോഴേക്കും ശിമിയോനും എന്തുണ്ടായി? യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സന്തോഷമുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് ജീവിതത്തിൽ മനുഷ്യന് അളവില്ലാത്ത സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയിൽ കൂടെ മാത്രമേ അവൻ ആ സന്തോഷം ലഭിക്കുന്നുള്ളൂ. അവൻ മറ്റ് ഏത്, നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് പേപ്പർ വായിച്ചു കാണും അല്ലേ, ഞങ്ങളുടെ മണിവിലക്കാർ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത മണിവില, 7 കിലോ കഞ്ചാവുമായിട്ട് സഹോദരൻ വന്നു അല്ലേ, ഒഡീഷയിൽ നിന്ന്. എന്തിനു വേണ്ടിയാ? ക്രിസ്തുമസ് കാലങ്ങൾക്ക് വേണ്ടിയാ. ഇന്നലെ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ക്രിസ്തുമസ് കാലങ്ങളിൽ ഏറ്റവും അധികം ആക്സിഡന്റ് നടക്കുന്ന സ്ഥലം അമേരിക്കയായിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന സ്ഥലം എവിടെയായിട്ട് മാറിയിരിക്കുക? കേരളമായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുക അല്ലേ. അപ്പോൾ ക്രിസ്തുമസ് ആഘോഷങ്ങളായി മാറിക്കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ എന്തുണ്ടായി? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തി ജീവിതങ്ങൾക്ക് എന്തുണ്ടായി? ഒരു വലിയ സന്തോഷമുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ അവൻ ദൈവപുത്രനായിരിക്കുകയും കൂടി എന്ത് ചെയ്യപ്പെട്ടു? അവന് പിറക്കുവാനായി, അല്ലെ അവനൊരു ജനനം കൊടുക്കുവാനായി ആ മാതാവിന് ആ സത്രത്തിൽ
സത്രത്തിൽ പോലും സ്ഥലമില്ലാതെ അവർ ചെന്ന് കണ്ടത് എവിടെയാണ്? ഒരു പുൽത്തൊഴുത്തിലാകുന്നു, പുൽത്തൊട്ടിൽ ഒരു പശുത്തൊട്ടിലാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുകയാണ്. അതുപോലെ മറിയത്തിനെയും കുഞ്ഞിനെയും കൊണ്ട് യോസഫ് പോകുമ്പോൾ ഒരു കഴുതപ്പുറത്ത് പോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അല്ല, യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ യെരുശലേം യാത്രയിൽ ഒരു കഴുതപ്പുറത്ത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ വിദ്വാൻമാരും വന്നു, അതോടൊപ്പം തന്നെ ആരും വന്നു? അവിടെ ഇടയന്മാരും വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നിട്ട് അവിടെ സ്വർഗ്ഗദൂതന്മാർ പറയുന്ന ശബ്ദം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമുക്ക് എനിക്ക് ലഭിക്കുന്നത്? യേശു ക്രിസ്തു ഈ സകലർക്കും വേണ്ടിയും ലോകത്തിന് വേണ്ടിയും വന്നതാകുന്നു. ആയതിനാൽ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കർത്താവിന്റെ ജനനത്തിങ്കിൽ നമുക്ക് എന്ത് ലഭിച്ചു? നമുക്ക് ഒരു അതിസന്തോഷം ലഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ നോക്കുമ്പോൾ, ഈ സ്വർഗദൂതൻ പോയി പ്രത്യക്ഷപ്പെടുന്നത് എവിടെ, ആരുടെ മുമ്പിലാണ്? 3 ഇടങ്ങളിൽ സ്വർഗദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ പ്രകൃതിയെ ദൈവം ആശ്രയിച്ചു, സ്വർഗദൂതന്മാരെ ദൈവം ആശ്രയിച്ചു. അല്ലെ, പ്രകൃതി എന്ന് പറഞ്ഞ നക്ഷത്രത്തിനെ ആശ്രയിച്ചു. യോസഫിന്റെയും മറിയയുടെയും ഇടയന്മാരുടെയും മുൻപിൽ പോകുവാൻ സ്വർഗദൂതന്മാരെ അവിടെ ഉപയോഗിച്ചു. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നു: അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഭയപരവശരായി തീർന്നു എന്നവിടെ എഴുതിയിരിക്കുകയാണ്. ഇടയന്മാരെ കുറിച്ച് നോക്കുമ്പോഴും തേടി വരുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാനായിട്ട്, ആദ്യത്തിൽ യേശുവിൻ്റെ ജനനത്തെങ്കിലേ കാണുവാനായിട്ട് കഴിയും. ഇടയന്മാരെന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ ഞാൻ കണ്ടുണ്ട്. അനേകം ആടുകളെ അല്ലെ മാടുകളെ അവർ മേയ്ക്കുവാനായിട്ട് പോകുമ്പോൾ നിർജ്ജന ഈ ആൾതാമസമില്ലാത്ത ഇടങ്ങളിലേക്കാണ് അവർ കടന്നു പോകുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ അതിന് ചുറ്റും വേലി പോലെ അവർ റെഡിമെയ്ഡ് കെട്ടി അതിനെ അവിടെ ആക്കി അവർ രാത്രി കാവൽ കാക്കേണ്ടതായിട്ട് വരികയാണ്. വന്യമൃഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ രക്ഷിക്കുവാനായിട്ട് അവർ എപ്പോഴും കുളിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വൃത്തിയോടുകൂടെ നടക്കുവാനായിട്ട് സാധിച്ചെന്ന് അവർക്ക് വരില്ല. അവർക്ക് ഭവനത്തിൽ പോകുവാനായിട്ട് കഴിയുകയില്ല. ശരിയായ സമയത്തുള്ള വസ്ത്രം ഉണ്ടാകുകയില്ല. ആരും അവരെ ശ്രദ്ധിച്ചെന്ന് വരികയില്ല. അങ്ങനെ ഇടയന്മാരെ കുറിച്ചുള്ള വർണ്ണന നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ളവരുടെ ഇടയിലേക്ക് കടന്നുപോയ സ്വർഗദൂതനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അവർക്ക് ഭയമുണ്ടായിരുന്നു, അവർക്ക് സന്തോഷം കുറവായിരുന്നു, അവർക്ക് സമാധാനമില്ലായിരുന്നു. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയും കൂടെയാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഒരു പ്രതീക്ഷ ഉളവായി. എന്തുളവായി? ഒരു പ്രതീക്ഷ. ഏതു തരത്തിലുള്ള മനുഷ്യ ജീവിതത്തിനും ഒരു മാറ്റമുണ്ടാകും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഇടയന്മാരുടെ മുമ്പിൽ സ്വർഗദൂതൻ ചെന്നതിനാലെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത് അവർക്ക് സന്തോഷമുണ്ടായി യേശുക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ. എന്നാൽ രണ്ടാമത് പറയുമ്പോൾ എന്തുണ്ടായി? അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഭാരതത്തിൽ അനേക ക്രിസ്തീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാകുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് ഇന്നാളുകളിൽ അനേകമായിട്ട് നമുക്ക് ദൈവവേലയെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ നോക്കുമ്പോൾ ദേശത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും, കോട്ടയം സൈഡിലുള്ള അല്ലെ മുണ്ടക്കയം സൈഡിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, KK റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ടാകാൻ കാരണം മിഷണറി കാളവണ്ടി കയറി മുട്ടത്തിന് പോയത് കൊണ്ടാണ്. അങ്ങനെ ഏതു ഭാഗത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ കൂടെ ഉണ്ടായതായിട്ടുള്ള മാറ്റത്തെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നും പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടോ എങ്കിൽ, ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം യേശുക്രിസ്തുവിൽ കൂടെ ആകുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മൂന്നാമത്തെ സംഗതി, ഈ മാസങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രിസ്മസ് ഗീവ് us the opportunity to share. ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനുള്ള ഒരു നല്ല അവസരമാണ്. നമ്മളിവിടെ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിദ്വാൻമാർ വരുന്നതായിട്ടാണ് കാണുന്നത്. വിദ്വാൻമാർ വന്ന് യേശു ക്രിസ്തുവിനെയും മറിയത്തിനെയും യോസഫിനെയും ഒക്കെ കണ്ടതിന് ശേഷം അവിടെ എന്തുണ്ടായി? അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പ്രേഷ്യസ് ആയിരുന്ന സംഗതി എന്ത് ചെയ്തു?
അവിടെ അവര് സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ളത് അവര് അവിടെ കർത്താവിലേക്ക് സമർപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ഒരു മാസക്കാലം നമുക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് കഴിയും? നമുക്ക് എന്ത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയും? സാധാരണ നമ്മൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ മനസ്സ് കൊടുത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സ് കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും എനിക്കൊരു ഭാഗം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്തേ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം ഒന്ന് എടുത്തേ. അവിടെ ഒരു ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തില് അതിന് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം, അവനോട് കോപിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടെ, കോപിക്കരുത്. അവന് എന്താന്ന് പറയുന്നു? നിസാര എന്നും മൂഢ എന്നും അവനോട് പറയരുത്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, നിസ്സാരമായ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അതിന് താഴോട്ട് വന്നാട്ടെ, വീണ്ടും 36-ൽ പറയുന്നു, നീ കള്ളസത്യം പറയരുത്. നീ ഉവ്വ എങ്കിൽ ഉവ്വ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും പറയണം. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ബാംഗ്ലൂരിന് പട്ടണത്തിൽ ഇരുന്നപ്പോൾ എല്ലാ വീട്ടിലും പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എന്ന് വരില്ല. സമയത്ത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനും സാധിക്കില്ല. നല്ല ടൈറ്റുള്ള സമയം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി 2 ഇഡലി വാങ്ങി കഴിച്ചിട്ട് പോകും. എന്തിനാണെന്നറിയാമോ? ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കും, വന്നാട്ടെ ഭക്ഷണം കഴിക്കാം. ഇല്ല, ഞാൻ കഴിച്ചു. അത് തെറ്റാ. അത് നമ്മൾ പറയരുത്. നമ്മൾ അന്നമെന്നാ പറയുന്നല്ലയോ. നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയെങ്കിൽ ജീവിതത്തില് എന്തിനാ പറഞ്ഞത്? കള്ളസത്യം ചെയ്യരുത്. ഊവെങ്കിൽ ഊവ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും പറയണം. ഇനി 38, പകരത്തിനു പകരം ചെയ്യരുത്. എന്ത് ചെയ്യപ്പെടരുത്? പകരത്തിന് പകരം ചെയ്യരുത്. അതുകൊണ്ട് ഒരു കവളത്ത് നിങ്ങളെ അടിച്ചുവെങ്കിൽ നീ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. നീ പകരത്തിന് പകരം ചെയ്യരുത്. വീണ്ടും അതിന്റെ 43, നീ നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യപ്പെടണം? നീ നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നീ എന്ത് ചെയ്യപ്പെടരുത്? നീ വിധിക്കരുത്. നീ ആരെയും എന്ത് ചെയ്യപ്പെടരുത്? വിധിക്കരുത്. വിധിക്കുന്നതിന് മുമ്പ് തൻ്റെ കണ്ണിനുള്ള വലിയ കോലുകൾ എടുത്ത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യപ്പെടണം? നാം മറ്റുള്ളവരുടെ കണ്ണിലെ എന്തെടുക്കണം എന്ന് പറഞ്ഞേ? കരട് എടുക്കണം എന്ന് അവിടെ കാണിക്കുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തില് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല അന്തരീക്ഷമാണ് ഈ ഒരു ക്രിസ്തുമസിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും നമ്മളെല്ലാം കൊടുത്തു, ഹൃദയം മുഴുവൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു കൂട്ടം കാര്യങ്ങൾ ആ 5, 6, 7 അധ്യായങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ബേസിക്കായി നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശുദ്ധിയുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഈ കാലങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിന് എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോർത്ത് ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ അവസാന ഭാഗം നോക്കുമ്പോൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ ഭാഗം പറയുമ്പോൾ അവിടെ ആ 2-ന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് അവരും മടങ്ങിപ്പോയി. ഈ കാലഘട്ടങ്ങൾ നമുക്കൊരു പുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ലഭിക്കുവാനുള്ള സമയങ്ങളാണ്. ആർക്ക് ലഭിച്ചു? ഇടയന്മാർക്ക് ലഭിച്ചു. ഇനി നമ്മൾ വിദ്വാൻമാരെ നോക്കുമ്പോഴേക്കും ഹേരോദ രാജാവ് പറഞ്ഞു, അത് ശരിയാ, തിരികെ പോകുന്നില്ല, ശരിയാ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് അവർ വേറെ വഴിയായി എന്ത് ചെയ്യപ്പെട്ടു? മടങ്ങിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താണ്? അവൻ പുതിയ സൃഷ്ടിയാകുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം അവൻ തിരികെയുള്ള പോക്ക് എങ്ങനെയുള്ള പോക്കായിരിക്കാം? അവന് മറ്റൊരു വഴിയായി അവൻ കടന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ കാലങ്ങളിൽ നാം ഒരു ക്രിസ്തുമസിന്റെ കാലങ്ങളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല സന്ദർഭം
നമുക്ക് മറ്റുള്ളവർക്ക് യേശുക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ടുള്ളത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി 2, ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് കൊടുത്ത വലിയൊരു ഭാഗ്യം. അങ്ങനെയെങ്കിൽ ചോദിക്കുക, ഈ രക്ഷയുടെ ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? അതോ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ആൻറ്റി ചോദിച്ചതുപോലെ എനിക്ക് ഭയമാണ്, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനവുമില്ല? അടുത്തൊരു ചോദ്യം കൂടെ ആൻറ്റി ചോദിച്ചു, കർത്താവേ, ഈ പലപ്പോഴും ഇതിനു മുമ്പും ചോദിച്ചു, ഈ ആഴ്ചയിലും ചോദിച്ചു, അശോ എനിക്ക് നിത്യത ലഭിക്കുമോ എന്നും കൂടെ ആ മാതാവ് എന്നോട് ചോദിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി നമ്മുടെ ജീവിതത്തിൽ നമുക്കിതെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുക. നമുക്ക് സന്തോഷം ലഭിച്ചു, നമുക്ക് രക്ഷയുടെ അനുഭവം നമുക്കുണ്ടായി, അല്ലെ? വിജയകരമായ ഒരു പുതിയ ജീവിതം നമുക്ക് ലഭിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള നമ്മെപ്പോലുള്ള ദൈവമക്കൾക്ക് അടുത്ത പടിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നുള്ളത്? പ്രത്യാശ എന്നുള്ളത്. ആ ഇടയന്മാർക്ക് പ്രതീക്ഷ കൊടുത്തു എങ്കിൽ ഇന്ന് നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് പ്രത്യാശയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എന്ത് കൊടുത്തിരിക്കുന്നു? ദൈവം പ്രത്യാശ കൊടുത്തിരിക്കുന്നു. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്, നാം യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആദ്യത്തെ വരവെങ്കിൽ പ്രകൃതിയെയും സ്വർഗദൂതന്മാരെയും ഒക്കെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, എന്നാൽ പുതിയ 2ാമത്തെ വരവെങ്കിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് ആരെയാണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം വരുമ്പോഴേക്കും എന്നെയും നിങ്ങളെയുമാണ് ഈ ദൂത് മറ്റുള്ളവരെ അറിയിക്കുവാനായി കർത്താവ് ഉപയോഗിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ട് ഇതുപോലെയുണ്ട്, ഒരു പഴയ പാട്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ പാട്ട് ഓർത്തു പോവുകയായിരുന്നു. ഏതാണെന്നറിയാമോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസെ ഓർക്കും തോറും രമ്യം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 6-7 പാട്ടുപുസ്തകം ഇരിപ്പുണ്ട്, പഴയ പാട്ടുപുസ്തകം. ഞാൻ എവിടെ പോയാലും കണ്ടാലും ഞാനത് വാങ്ങിച്ചു കൊണ്ട് വയ്ക്കാറുണ്ട്. പഴയ പാട്ടുകൾ പാടണം, അതിന് അർത്ഥമുണ്ട്, അത് ജീവിക്കുന്നതാണ്, നമ്മളെ ഉത്സാഹപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവെങ്കിൽ പ്രവാചകന്മാരെ ഉൽപ്പത്തി പുസ്തകം മുതലേ പ്രവാചകന്മാർ സംസാരിച്ചു. യെശയ്യാ പ്രവാചകന്റെ 9-ാമത്തെ അധ്യായത്തിൽ പ്രവചിച്ചു. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ആ ശിശുവിനെ കാണുന്നതിന് വേണ്ടി നക്ഷത്രത്തെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. സമയം ചുരുക്കമുണ്ട്, ഞാൻ പറയുക. എന്നാൽ അവന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മത്തായി 24 അധ്യായം 3 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവുകളിലുള്ള ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഈ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം മുതൽ നോക്കുമ്പോൾ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സംസാരിച്ച ഏത് വിഷയത്തെക്കുറിച്ചാ? ബൈബിൾ എടുക്കണ്ട. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം മുതൽ അവസാന കാലങ്ങളിൽ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം ഏതാ? എന്നെക്കുറിച്ചാ? സ്വർഗരാജ്യത്തെക്കുറിച്ചാ സംസാരിച്ച്. ഏറ്റവും കൂടുതൽ ഉപമകൾ പറഞ്ഞതും സ്വർഗരാജ്യത്തെക്കുറിച്ചാ. അതിൽ അതിമനോഹരമായ ഒരു ഉപമയാണ് 10 കന്യകമാരെ കുറിച്ച് 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് 2-3 പ്രാവശ്യം വായിച്ചു. എനിക്ക് തന്നെ അത് വായിച്ചപ്പോൾ ഒരു ഭയമുണ്ടായി. എന്തെന്ന് ചോദിച്ചാല് 10 പേരാ പോയത്. അതിൽ 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് സാധാരണക്കാരുമായിരുന്നു. അവർക്ക് വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു, തിരിയുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, പെട്ടെന്ന് അങ്ങ് പറയാം. പോയി 5 പേര് അതിനോടൊപ്പം അല്പം കൂടെ എണ്ണ അവര് തന്റെ കൈവശം ശേഖരിച്ചിരുന്നു. നോക്കിക്കേട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ലാഘവത്തോടുകൂടെ ജീവിക്കുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ട്.
ദൈവത്തിന് സ്തോത്രം. അവന്റെ വരവിനെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ പറയുന്നു. അതിലൊന്ന്, അവൻ കള്ളനെ പോലെ വരുന്നു. എങ്ങനെ വരുന്നെന്ന് അറിയാൻ കഴിയുന്നില്ല. ആയതിനാൽ അവരവിടെ 10 പേരും പോയി കാത്തിരുന്നു. സമയം പോയപ്പോഴേക്കും അവർക്ക് ഉറക്കം വന്നു. എന്നാൽ അവിടെ വലിയൊരു അനൗൺസ്മെന്റ് ഉണ്ടായി. അവിടെ മണവാളൻ വരുവാൻ പോകുന്നു. എല്ലാവരും എഴുന്നേച്ചു, തങ്ങളുടെ വിളക്കിനെ കത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ 5 പേരുടെ വിളക്കുകൾ കത്തുവാനും 5 പേരുടെ വിളക്കുകൾ കത്തുവാൻ സാധിക്കാതെ വന്നതിൻ്റെ കാരണം എണ്ണ അവരോടൊപ്പം ശേഖരിച്ചിരുന്നില്ല. അതില്ലാത്തവരുള്ളവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്ത്, നിങ്ങൾക്കും ഞങ്ങൾക്കും പോരായകയാൽ. അത് എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഭാഗം. നിങ്ങൾ പോയി വിൽക്കുന്ന ഇടത്ത് വാങ്ങിച്ചു കൊണ്ടുവരുവിനെന്ന് പറയുമ്പോൾ ആ ബുദ്ധിയില്ലാത്ത കന്യാകുമാർ രാത്രി പോവാ വായിക്കാനായിട്ട്. ഇതിനിടയിൽ ആര് വന്നു? മണവാളം വന്നു. അവരെ ചേർക്കേണ്ട ഇടത്ത് ചേർത്തു. അവർ ലേറ്റായിട്ട് വന്നു. അവർ മുട്ടി. മണവാളം പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ചുരുക്കം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ ജനനം അത് വളരെ സന്തോഷവും സമാധാനവും ഭയത്തെ അകറ്റുന്നതുമാകുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നമ്മളെ രക്ഷയിലേക്ക് നയിച്ചുവെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മഹത്വം, പ്രത്യാശ നമ്മെ അവനോടുകൂടെ ജീവിപ്പാൻ തക്കണം എടുക്കപ്പെടേണ്ടതായതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്രൂശം വരെയുള്ള ജീവിതത്തിൽ നമ്മെ ക്ഷമിച്ചും സഹിച്ചും പോറ്റിയും പുലർത്തിയും നമ്മളെ ഒരു പുതുമനുഷ്യനാക്കി തീർത്തു കഴിഞ്ഞിരിക്കുകയാൽ, ഈ ഒരു സ്ഥാനത്ത് നിന്ന് അടുത്ത സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും തോറ്റവരായി പോകുകയോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതിനെ കൂടെ വയ്ക്കുകയോ ഇരിക്കാതെ ചെയ്ത് അവസാനം നമ്മൾ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ എന്തുമാത്രം പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഈ സമയം എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ആഘോഷത്തിൻ്റെ മാസമാണ്. ആഘോഷം തന്നെ പറയണം. ഞാൻ മിഷൻ ഫീൽഡിലുള്ള ഒരു കാരണം പറയാം. അന്ന് നിങ്ങൾക്ക് ഈ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. ഞാൻ 2005 ഉത്തരാഖണ്ഡ് പോയത്. ഞാനും ജോസൂട്ടിക്ക് അന്ന് എത്ര വയസ്സുണ്ട്? 2-3 വയസ്സ് കാണും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. വിശ്വാസികളൊന്നും ആരുമില്ല. അങ്ങനെ പതുക്കെ വിശ്വാസികളായി. അങ്ങനെ അവിടെ ആദ്യത്തെ ക്രിസ്തുമസ് പ്രോഗ്രാം നടത്തുക. ശ്രദ്ധിച്ചിരുന്നാട്ടെ, ആ ഇടയിലുള്ള അവിടെയുള്ള എല്ലാ ആളുകളെയും പോയി ഞാൻ ക്ഷണിച്ചു. എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കുറേ വിശ്വാസികളെ കിട്ടി. ദൈവകൃപയാലെ ഭാഷ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളെ വിളിച്ചു. പക്ഷെ പ്രോഗ്രാം നടത്താൻ ഇടവില്ല. അപ്പോൾ മീത്തിൻ്റെ കരിമ്പ് വെട്ടി അവിടെ ലെവലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, ആക്കി അവിടെ വിശാലമാക്കിയതിന് ശേഷം അവിടെ ടെൻറ്റിട്ടു. അവിടെ സ്റ്റേജിന് വഴിയില്ല. തടി കൊണ്ടുള്ള തക്കത്ത്, കട്ടിലിനാണ് തക്കത്ത് എന്ന് പറയുന്നത്. ഓരോരോ വീടുകളിൽ ചെന്ന് തക്കത്ത് എടുത്തുകൊണ്ട് വന്നു. മനോഹരമായ സ്റ്റേജ് ഉണ്ടായി. PA സിസ്റ്റം കൊണ്ടുവന്നു. ടെൻ്റ് ഇട്ടു. ആ വീഡിയോ ഒക്കെ എടുക്കാൻ ആശുവിനെ കൊണ്ടുവന്നു. അത്രയും 1200-ലധികം ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചു. അതെല്ലാം അവിടെയുള്ള വിശ്വാസികളും അല്ലാത്തവരാളുകൾ അനാജ് കൊണ്ടുവന്നാണ് ചെയ്തത്. അതിൽ ഒരുവൻ സുന്ദർ സിംഗ്, ആ ഗുരുദ്വാരയിലെ ജ്ഞാനി, അവന് നമ്മളോട് നല്ല വിരോധമുണ്ടായിരുന്നു. എന്നാൽ അവനും സജീവമായിട്ട് നമ്മളോട് സഹകരിച്ചു. അവിടെയുള്ള പ്രധാനിയും മറ്റ് ഗ്രാമപ്രധാനിയും ജില്ലാ പരിഷത്ത് അധ്യക്ഷനെ എല്ലാവരും നമ്മൾ വിളിച്ചു. വളരെ മനോഹരമായിട്ടുള്ള പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം അതിന് മുമ്പാണ് കൊടുത്തത്. എന്നാൽ ഭക്ഷണം എല്ലാം മീതി വന്നിരുന്നു. ഒരു ഭഗവാന നിറച്ചും ദാൽ മീതി വന്നിരുന്നു. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്നറിയാമോ? അതിൽ ഒരു പച്ചമരുന്നുണ്ട്. ഒരു പച്ചമരുന്നിട്ട് അത് വിഷമായി തീരും. അത് തിളച്ച്, നമ്മൾ പറയില്ല, പത പോലെ വരുന്നത്. അന്ന് ആരുടെ ഭക്ഷിച്ചെങ്കിൽ അന്ന് വലിയ ഒരു ആപത്തിന് ഞാൻ സാക്ഷ്യമായി തീരേണ്ടതായിട്ട് വന്നിരിക്കും. നിങ്ങൾക്കറിയാമോ, തണുപ്പുള്ള സമയമാണ് ഈ സമയം. നോർത്ത് ഇന്ത്യയിലെ വിശ്വാസികളെല്ലാം മിഷണറിമാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തണുപ്പും കാര്യങ്ങളും മാറിക്കിട്ടണമെന്ന്. ഈ ഒരു സമയമാണ് നമ്മുടെ വിരോധികളെ എല്ലാം വിളിച്ചു കൂട്ടാൻ പറ്റിയ സമയം. രണ്ടാമത്തെ ക്രിസ്മസ് പ്രോഗ്രാമിന് ഒരു കൂട്ടം വിരോധികൾ വന്ന് മുമ്പിൽ ഇതുപോലെ വന്ന് നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ ഭാഷ, നമ്മുടെ ആരാധന, നമ്മുടെ കർത്താവിൻ്റെ സത്യവചനം, ജനങ്ങളുടെ സാക്ഷ്യം അവനെ എല്ലാം അവിടെ ഇരുത്തുന്നതിന് കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദേശത്ത് നല്ല ശക്തമായി ദൈവവേല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ചില ഇടങ്ങളിൽ ഇന്ന് ഛത്തീസ്ഗഡിൽ ഒരു പാസ്റ്ററിന്റെ പള്ളിയും വീടും സകലതും നശിപ്പിച്ച് അത് തീയിട്ട് കളഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവമാണ്. എതിർപ്പുകൾ അനേക വഴിക്കുണ്ട്. രാജസ്ഥാനിൽ നമ്മുടെ മിഷണറി റവറൻഡ് ജയ്ബീർ സിംഗിനെ വിളിച്ചു. എങ്ങനെ ക്രിസ്മസ് പ്രോഗ്രാം നടത്തും? ഈ വർഷം നടത്താൻ കഴിയില്ല ഭയ്യ, ഞങ്ങളെല്ലാം വീടുകളിലാണ്. എന്നാൽ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്,
അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ ജനനം ഭയത്തെ മാറ്റുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം അവർക്ക് സന്തോഷം ലഭിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം അവർക്ക് പ്രതീക്ഷ ഉളവാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം അവർക്ക് പരസ്പരം പങ്കുവെക്കുന്നതിനിടയായിത്തീരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം അവർക്കൊരു പുതിയ മഹത്വകരമായ ഒരു ജീവിതം ഉണ്ടാകുവാൻ കാരണമായി തീരുന്നു. ഇത് അനുഭവിച്ച ദൈവമക്കളാണ് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മൾ ധൈര്യപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്തെന്ന് ചോദിച്ചാൽ, നാളെ എന്നുള്ളതോ ഇന്ന് രാത്രി എന്നുള്ളതോ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കും എന്നുള്ളതോ ആർക്കും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അങ്ങനെയെങ്കിൽ ഈ 10 കന്യകമാരെ പോലെ 5 പേരെ പോലെ ആയിത്തീരുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ചെറിയ ചെറിയ തട്ടിമുട്ടിയും പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ നിസാരമെന്ന് കരുതുന്നത്, അതൊക്കെയും ഷാർപ്പ് ചെയ്ത് നമ്മൾ വ്യക്തമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ കർത്താവ് ഈ നാളുകളിൽ നമ്മളെ ക്ഷണിക്കുകയാണ്. ക്യാമ്പസ് ക്രൂസേഡിൻ്റെ ക്യാമ്പിൽ ഒരു വലിയ വളരെ മനോഹരമായ വെളുത്ത വൈറ്റ് കളറിലുള്ള ഒരു 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 തുണിയുടെ പീസ് കൊണ്ടുവന്നിട്ട് അതിൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ അതിൽ ഒരു മാർക്കർ കൊണ്ട് ഒരു ചെറിയ മാർക്കർ ഇട്ടു. അപ്പോൾ എന്തുണ്ടായി? അത് കളങ്കപ്പെട്ടു, അല്ലയോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 1, 2, 3, 4 ഇതെപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നല്ല, ഈ സകല പാപങ്ങളെയും എന്ത് ചെയ്യപ്പെടുകയാണ്? കർത്താവ് ക്ഷമിക്കുകയാണ്. പാപമുള്ളവരാരും കർത്താവിൻ്റെ അടുത്ത് പോകുന്നില്ല. അപ്പോൾ ആ ചെറിയ ഡോട്ട് പോലും ആ മനോഹരമായ വെള്ളത്തുണിയെ അശുദ്ധമാക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് അശുദ്ധമാണ്. കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ ജീവിക്കുന്ന കർത്താവാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ മാസം നമ്മുടെ പ്രോഗ്രാം എന്തായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്തു? ആർക്കെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ? മനോഹരമായ പള്ളി, ആലയം, നമ്മുടെ കുടുംബം, നമുക്ക് വണ്ടി, നമുക്ക് വീട്, നമ്മുടെ സറൗണ്ടിൽ ഒത്തിരി പേര്, നമുക്ക് ഈ സുവിശേഷത്തെ, ഈ സന്തോഷത്തെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് 21-ാം തീയതി ആയതേ ഉള്ളൂ. നമുക്കിനിയും സമയമുണ്ട്. അത് പങ്കുവയ്ക്കണം. ക്രിസ്തീയ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ജനനം, അത് പങ്കുവെക്കലിൻ്റെ ഒരു വലിയൊരു ആഘോഷമാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് മനോഹരമായ കലണ്ടറുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒണ്ടേലും ഒരെണ്ണം എടുത്തുകൊണ്ട് പോകണം. അതുകൊണ്ട് ഇടണം. അതിടുമ്പോൾ കാണുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് മിഷണറിമാരെ ഓർമ്മ കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈത്താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശേഖരിച്ച് പാസ്റ്റർ കയ്യിൽ കൊടുക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ മിഷണറിമാർക്കും സ്വദേശ സുവിശേഷകർക്കും ഹോസ്റ്റൽ കുഞ്ഞുങ്ങൾക്കും നമ്മളൊരു ഗിഫ്റ്റായിട്ട് അവർക്ക് അത് കൊടുക്കും. ഈ കാലങ്ങളിൽ പങ്കുവയ്ക്കുവാൻ, വിജയകരമായ ജീവിതം അനുഭവിക്കുവാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ, സന്തോഷത്തെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഈ ക്രിസ്തുമസ് കാലങ്ങൾ ഒന്നും കൂടെ നിങ്ങളെ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും. ഒരു പ്രാവശ്യത്തോടെ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളുടെ എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. ഞാൻ പറയാം, എൻ്റെ രക്ഷയുടെ ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പോടെ പോകണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അവസരത്തെ ഒരുക്കിയ പ്രിയപ്പെട്ടവരുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.